നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കാത്ത ഒരു മനുഷ്യനില്ല. എന്നാൽ ദുഃഖം വന്നാൽ ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നവരാണ് കൂടുതൽ വേദനിക്കുന്നത്. ദുഃഖമൊരു ശത്രുവല്ല, അതൊരു വികാരമാണ്. സന്തോഷം പോലെ തന്നെ ദുഃഖവും മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴോ, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകൾ മനസ്സിനെ വേദനിപ്പിക്കുമ്പോഴോ ദുഃഖം സ്വാഭാവികമായി വരാം. പലപ്പോഴും നമ്മൾ ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എല്ലാ ദുഃഖങ്ങളും ഉടൻ ഇല്ലാതാക്കാനാവില്ല. ചില അനുഭവങ്ങൾക്ക് സമയം വേണം. മുറിവ് ഉണങ്ങുന്നതുപോലെ മനസ്സിനും സുഖം പ്രാപിക്കാൻ സമയം ആവശ്യമാണ്. ഒരു കാര്യം ഓർക്കുക, ദുഃഖം നിങ്ങളെ നിർവചിക്കുന്നില്ല. അത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു വികാരം മാത്രമാണ്. ജീവിതത്തിലെ ഏറ്റവും ശക്തരായ പലരും ഒരു കാലത്ത് വലിയ ദുഃഖങ്ങൾ നേരിട്ടവരാണ്. ആ അനുഭവങ്ങളാണ് അവരെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റിയത്. നിങ്ങൾക്കിന്ന് ദുഃഖമുണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കേണ്ടതില്ല. വിശ്വസിക്കാവുന്ന ഒരാളോട് സംസാരിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുക. കരയണമെന്ന് തോന്നിയാൽ കരയുക. സഹായം തേടേണ്ട ആ സാഹചര്യമുണ്ടെങ്കിൽ മടിക്കേണ്ടതില്ല. ഒരിക്കൽ ഇരുട്ട് മാത്രം കാണുന്ന രാത്രികളുണ്ടാകും. പക്ഷേ ഒരു രാത്രിയും എന്നേക്കുമായി നീണ്ടു നിൽക്കില്ല. ഓരോ പ്രഭാതവും ഒരു പുതിയ തുടക്കമാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന നാളെ മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാനുള്ള കരുണയായി മാറാം. അതാണ് ജീവിതത്തിൻ്റെ അത്ഭുതം. അതുകൊണ്ട് ദുഃഖം വന്നതുകൊണ്ട് പ്രതീക്ഷ ഉപേക്ഷിക്കരുത്. ഓരോ ചെറിയ ചുവടും മുന്നോട്ടാണ്. ഒരു നല്ല ഉറക്കം, ഒരു നല്ല സംഭാഷണം, പ്രകൃതിയിലൂടെ ഒരു ചെറിയ നടത്തം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനം, ഇവയെല്ലാം മനസ്സിന് ആശ്വാസം നൽകാം. നിങ്ങൾ ഒറ്റയാളല്ല. പലരും ഇത്തരത്തിലുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും അതിന് കഴിയും. ദുഃഖം നിങ്ങളുടെ ജീവിതത്തിലെ അവസാന അധ്യായമല്ല, അതൊരു അധ്യായം മാത്രമാണ്. കഥ ഇനിയും ബാക്കിയുണ്ട്. ഇന്ന് നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ സ്വയം ഒരു വാക്ക് പറയൂ: ഈ സമയവും കടന്നു പോകും. ഞാൻ പതിയെ മുന്നോട്ട് പോകും. കാരണം ഓരോ കണ്ണീരിനും ശേഷം ഒരു പുഞ്ചിരി വരാനുള്ള സാധ്യത ജീവിതം എപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.